ഒരു ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസ്സിൽ ഒരു 5-6 പേരെ ആണ് മാക്സിമം എടുക്കുക. അപ്പോൾ അതിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പം കേരളത്തിൽ നിന്നാണെങ്കിൽ അടുത്ത കുട്ടി തമിഴ്നാട്ടിൽ നിന്നായിരിക്കും, വേറൊരു കുട്ടി ചിലപ്പം ദുബായിൽ നിന്നായിരിക്കും. അങ്ങനെ പല രീതിയിൽ അവരുടെ ഒരു എക്സ്പോഷർ എന്ന് മാറി. തോറ്റിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നെ എന്തും ബോണസാണ്. എല്ലാവരും എബ്രോഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഇന്നത്തെ ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ക്വാളിറ്റി കോച്ചസ് എന്ന് പറയുന്ന ആരും തന്നെ നാട്ടിലില്ല. ഞങ്ങളൊരു 5000-ഓളം കുട്ടികളെ 30+ രാജ്യങ്ങളിൽ നിന്നായിട്ട് പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും അറിയാത്ത ഒരാളെ ഒരു ടൂർണമെന്റിന് വരെ പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെസ്സിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. എതിരാളിയുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് ഓരോ കരുക്കളും ഫ്രണ്ടിലേക്ക് വെച്ച് അവസാനം ചെക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹൈ കിട്ടൂലേ? അങ്ങനെ ഹൈ കിട്ടുന്ന ആളാണെങ്കിൽ ഇന്നത്തെ ബ്രാൻഡ് ഈസ് ഫോർ യു എന്ന് ഞാൻ പറയും. കാരണം ചെസ് എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അതുപോലെ ഫോമർ ചാമ്പ്യൻസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തുടങ്ങിയിരിക്കുന്ന ഒരു ഓൺലൈൻ ചെസ് അക്കാഡമി, 8x8 ഓൺലൈൻ ചെസ് അക്കാഡമിയുടെ ഫൗണ്ടേഴ്സ് അഭിജിത്ത് ആൻഡ് അതുലാണ് നമ്മുടെ കൂടെയുള്ളത്. രണ്ടുപേർക്കും വെൽക്കം ടു മൈ ബ്രാൻഡ്, മൈ പ്രൈഡ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വാട്ട് യു ഗൈസ് ഡു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. 8x8 ഓൺലൈൻ ചെസ് അക്കാഡമിയാണ്. പക്ഷെ ചെസ്സൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് പഠിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അത് നേരിട്ട് പോയിരുന്ന് പഠിക്കേണ്ട കാര്യമല്ലേ എന്ന് തോന്നില്ലേ നമുക്ക്? അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ അതുലെ? തീർച്ചയായിട്ടും അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് തുടക്കത്തിൽ. കാര്യം ഇപ്പം എന്താ പറയുക, ഞാനായാലും അഭിജിത്തായാലും ഒക്കെ പേഴ്സണലി ഒരു 4-5 വയസ്സ് തൊട്ട് ചെസ് കളിക്കുന്ന ആൾക്കാരാണ്. നമ്മളാരും ഓൺലൈനായി അല്ല അന്ന് പഠിച്ചിരുന്നത്. കാരണം അന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഞങ്ങൾക്ക് അന്ന്. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചു തുടങ്ങി ചെസ്സിലേക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഗെയിമാണ്. ബീറ്റ് നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമിന് പഠിക്കുന്നതിനായാൽ പോലും ഒരു ചെറിയ കാര്യമായാൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ എന്താ പറയുക ഒരു കപ്പാസിറ്റി കൂട്ടി തന്നു എന്ന് തന്നെയാണ് നമുക്ക് ചെസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം. അപ്പം ഇപ്പോൾ ചോദിച്ചാൽ പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഇത് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോവിഡ് ടൈമിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഞങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ ടീം നമ്മുടെ ഓൺ എന്താ പറയുക ഒരു കപ്പാസിറ്റി ആയാലും ഞങ്ങളുടെ ടീമിൻ്റെ കപ്പാസിറ്റി ആയാലും വെച്ചാൽ ചെസ്സിൽ നല്ല എക്സ്പെർട്ടീസ് ഉണ്ട്. പക്ഷെ അത് കുട്ടികളിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എത്തിക്കാൻ എങ്ങനെ പറ്റും, അതായിരുന്നു എപ്പോഴും ഉള്ള ചോദ്യം. ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീച്ചേഴ്സ് ഇപ്പം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ട്, ഇനീഷ്യലി ഒരു ഫ്രീ സെഷൻ എല്ലാ പാരൻസിനും. ഇപ്പം ഈ ഒരു ചോദ്യമുള്ള എല്ലാ പാരൻസിനും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ സെഷൻ ഉണ്ട്, ഡെമോ സെഷൻ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഓൺലൈനായിട്ട് എന്തൊക്കെ ആക്ച്വലി ഇന്ന് പോസിബിൾ ആണെന്നുള്ളത്. പലർക്കും അറിയില്ല. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഇതൊരു ചെസ് ബോർഡ് വെച്ച് നമ്മൾ നേരിട്ട് മുമ്പിൽ ഇരിക്കുക അല്ലാതെ അതെ, അതാണ് അതിന്റെ ശീലം. പിന്നെ അതൊരു ഡെഫിനറ്റ്ലി അതൊരു ജെന്യുവൻ ക്വസ്റ്റ്യൻ ആണ്, കാരണം എങ്ങനെ പറ്റും എന്നുള്ളത്. പക്ഷെ അത് ആ ഒരു സെഷൻ കണ്ടാൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് ശരിക്കും ഒരു ട്യൂട്ടർ മുമ്പിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ആ ഒരു അത്രയും ഫീച്ചേഴ്സ് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ആകെ വേണ്ടതെന്ന് വെച്ച് പറയുന്നത് നമ്മുടെ ഒരു ക്വാളിറ്റി ട്യൂട്ടേഴ്സ് ആണ്. നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടേഴ്സിനെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് എത്തിക്കാൻ പറ്റും. അതാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള കാര്യം. മനസ്സിലായി. 8x8 ചെസ് അക്കാഡമി എന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2020 2020 ഒക്ടോബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 4 വർഷമായി. അൺഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ട് ഒഫീഷ്യലായിട്ട് 2-2.5 വർഷമായിട്ടുള്ളൂ. അന്ന് നമ്മളെല്ലാവരും കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇത് അതുലാണ് കമ്പനിയുടെ CEO, ഞാൻ അഭിജിത്ത് ഡയറക്ടറാണ്. പിന്നെ നമുക്ക് 4 കോ ഫൗണ്ടേഴ്സും കൂടി ഉണ്ട്, ആദേശ്, അരിജിത്ത്, മനു ആൻഡ് ചന്ദർ. ഞങ്ങൾ 6 സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ ആക്ച്വലി ഒരു 8 വയസ്സ് മുതൽ നമുക്കൊരു ബന്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നമ്മൾ ഇതുപോലെ ഒരു അണ്ടർ-9 സ്റ്റേറ്റ് ചെസ് ടൂർണമെന്റിൽ ഒരു 15 വർഷം മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തതാണ്. 100% ചെസ്സിലാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെസ് കളി തുടങ്ങിയ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലും അപ്പുറത്തെ ആളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഫിയേഴ്സ് റൈവൽസ് ഓൺ ദ ബോർഡ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ആ ഒരു ചെസ് ബോർഡിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു നല്ല സൗഹൃദം ഉണ്ടാക്കാനും ഒരു 15 വർഷം മെയിൻറ്റെയിൻ ചെയ്യാനും അത് പറ്റി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തുടങ്ങിയത് ഒരു സ്കൂൾ ലെവൽ ടൂർണമെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്കൂൾ ചാമ്പ്യൻസ് ആയി, ഡിസ്ട്രിക്ട് ചാമ്പ്യൻസ് ആയി, സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആയി, നാഷണൽ മെഡൽ കിട്ടി. അങ്ങനെ ലോക അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത് ഗെയിംസ് അടക്കമുള്ള ഇന്റർനാഷണൽ ടൂർണമെന്റ്സിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടി. അത് നമ്മുടെ സ്കൂൾ കാലയളവാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും അടിപൊളി കാര്യം നമ്മുടെ ഗ്രോത്ത് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 8 വയസ്സ് 9 വയസ്സിൽ കാണുന്നു, ഒരു 18 വയസ്സ് വരെ ഞങ്ങൾ എന്നും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ചെസ്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് വി വാണ്ടഡ് ടു ഗിവ് ബാക്ക് ടു ദ ഗെയിം ദാറ്റ് ഹാസ് ഗിവൺ അസ് സോ മച്ച് ഇൻ ലൈഫ്. ആ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു.
പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് 2020 കോവിഡ് ലോക്ക്ഡൗൺ വന്നു. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു. വീട്ടിലിരുന്നപ്പോൾ നമുക്ക് ആ ഒരു ആനുവലി മീറ്റ് ചെയ്യുന്ന കാര്യം മുടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫിസിക്കൽ മീറ്റിംഗ് സൂം മീറ്റിംഗ് ആക്കി. അപ്പോൾ സൂം മീറ്റിംഗ് നമ്മളെല്ലാവരും ഇരുന്ന് വീട്ടിലെ കഥയും കാര്യങ്ങളും കോളേജും എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുൽ അന്നൊരു ദിവസം ചുമ്മാ റാൻഡം കോൺവെർസേഷൻ്റെ ഇടയിൽ പറഞ്ഞു, അതുലിൻ്റെ ആൻറ്റി ഒരു ദിവസം അതുലിനോട് പറഞ്ഞു, ആ ആൻറ്റിക്ക് ഒരു മോളുണ്ട്. ആ മോള് ഇപ്പോൾ ആ മോൾക്ക് 7 വയസ്സ് എന്തോ ആയിരുന്നു അന്ന്. അപ്പോൾ അതിനോട് ആൻറ്റി പറഞ്ഞു, ഇവള് ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അറ്റൻഷൻ സ്പാനും ഇല്ല, ഒരു ക്ഷമയില്ല, എപ്പോഴും ഭയങ്കരമായിട്ട് ടക്ക് 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 എന്ന് പറഞ്ഞിങ്ങനെ റീൽസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതിലിങ്ങനെ ചുമ്മാ റാൻഡംലി മെൻഷൻ ചെയ്തു. അപ്പോൾ അത് ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തു, ആ ഒരു പോയിന്റ്. പിന്നെ നമ്മളത് ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇത് ആക്ച്വലി ഒരു പാരന്റിന്റെ പ്രശ്നമായിരുന്നില്ല. ഇന്ന് ഗ്ലോബലി പേരൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. കാരണം ഏത് പാരന്റ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ്, കുട്ടികൾക്ക് ഒട്ടും ഹൈപ്പർ ആണ്, ഒട്ടും പേഷ്യൻസ് ഇല്ല. അപ്പൊ അത് നോട്ട് ജസ്റ്റ് എൻ ഇന്ത്യൻ പ്രോബ്ലം, ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോബ്ലം. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്തുകൊണ്ട് ചെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു വിടാം. കാരണം ചെസ് ഇസ് സയന്റിഫിക്കലി പ്രൂവൺ ടു ഇംപ്രൂവ് ഓൾ ദീസ് ക്വാളിറ്റീസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ ക്ഷമ കൂട്ടും, അവരുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടും, അവരുടെ പേഷ്യൻസ് കൂട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയ രീതിയിൽ 4-5 കുട്ടികൾക്ക് ചെസ് ക്ലാസ് നമുക്ക്, കാരണം നമുക്ക് അറിയാവുന്ന ചെസ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെസ്സാണ്, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഒരുപാട് പേരൻസിനെ 4-5 നമ്മളൊരു 8-10 പേരൻസ് അന്ന് ക്ലാസ് എടുത്തു. അവരിൽ നിന്ന് അടിപൊളി ഫീഡ്ബാക്ക് കിട്ടാൻ തുടങ്ങി. അതായത് ചെസ് പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞു, വി കുഡ് സീ ദ ബിഗ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദയർ ചിൽഡ്രൻ. അവർക്ക് കുട്ടികൾ വരുന്ന മാറ്റം, അതായത് പബ്ജി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ചെസ് കളിക്കാൻ തുടങ്ങി, റീൽസ് കണ്ടുകൊണ്ടിരുന്നവർ ചെസ് പസിൽസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് പേരൻസിന് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, പേരൻസ് അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ കുഞ്ഞു മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ചെസ് ക്ലാസ് ഉണ്ട്, നമുക്ക് നമ്മുടെ അറിയാവുന്ന സർക്കിളിലേക്കൊക്കെ എത്തിക്കാൻ തുടങ്ങി. ആ ഒരു പേരൻസിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും കോൺഫിഡൻസുമാണ് നമ്മളെ സ്കെയിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, അന്നൊക്കെ നമ്മൾ കോളേജിലായിരുന്നു, നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് വരുന്നത് 2022 ഇപ്പോൾ നമ്മൾ ഏകദേശം 3 വർഷം ആവുന്നു. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് നമ്മൾ അന്ന് ചെറിയൊരു കോളേജ് കുട്ടികൾ തുടങ്ങിയൊരു സംരംഭം ഇന്ന് 5000-ൽ കൂടുതൽ കുട്ടികൾ 30-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് നമ്മളായിട്ട് ഓൺലൈൻ പഠിക്കുന്നുണ്ട്. ഒരു 50 പേരുടെ ഇന്റർനാഷണൽ ടീം ഓഫ് എക്സ്പീരിയൻസ് ചെസ് ട്യൂട്ടേഴ്സും ഒരു 15 ഓഫീസ് മെമ്പേഴ്സും ഉള്ള ഒരു ടീമായി ഇന്ന് 8x8 മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ടു മേക്ക് ഇറ്റ് ബ്രീഫ്, അതായത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസിന്റെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ, ഓൺലൈൻ ക്ലാസ്സസിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ എന്താ പറയാ? ഡെഫിനറ്റ്ലി. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ എക്സാമ്പിൾ വെച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കും. ഇപ്പം എൻ്റെ സ്ഥലം കോഴിക്കോടാണ്, ആള് ഇവിടെ എറണാകുളത്ത് പെരുമ്പാവൂരാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളൊരു സ്ഥലത്ത് പോയിരുന്നു പഠിക്കുന്ന സമയത്ത്, അന്നത്തെ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഏരിയയിലുള്ള സ്റ്റുഡൻസ് ആയിട്ട് മാത്രമാണ് നമ്മുടെ ഒരു എക്സ്പോഷർ വരുന്നത്. അല്ലെങ്കിൽ നമുക്കുള്ള കോച്ചസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് ആരൊക്കെയാണോ അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ മേലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പാരന്റ്സിന് എത്രത്തോളം നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. പിന്നീട് നമ്മൾ തന്നെ ലൈക്ക് ഒരു ഏജ് എത്തിക്കഴിഞ്ഞ് ലൈക്ക് എന്താ പറയുക കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് പോസിബിലിറ്റീസ് ഒക്കെ അറിയുന്നത്. പക്ഷെ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ അവിടെയാണ്. ഇന്ന് ഞങ്ങളുടെ ഇപ്പം ഒരു ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസ്സിൽ ഒരു 5-6 പേരെ ആണ് മാക്സിമം എടുക്കുക. അപ്പൊ അതിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പം കേരളത്തിൽ നിന്നാണെങ്കിൽ അടുത്ത കുട്ടി തമിഴ്നാട്ടിൽ നിന്നായിരിക്കും, വേറൊരു കുട്ടി ചിലപ്പം ദുബായിൽ നിന്നായിരിക്കും. അങ്ങനെ പല രീതിയിൽ അവരുടെ ഒരു എക്സ്പോഷർ എന്ന് മാറി. അതാണ് ഏറ്റവും പ്രൈമറി. നിങ്ങൾക്ക് എതിരെ ഇരിക്കുന്ന ആള് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആളാവണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് ലൈക്ക് ഒരു ചെറിയ കുട്ടി എന്ന രീതിയിലായിട്ട് ഇപ്പൊ ഒരു 6-7 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പിൽ തന്നെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുടെ കൂടെ കിട്ടുമ്പോൾ ഒരു എക്സ്പോഷർ, അവരുടെ ഫ്രണ്ട്സ് പല സ്ഥലത്തിരിക്കുന്നവർ, അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എന്നും പാരന്റ്സിനെ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ലൈക്ക് അത് അവരിൽ ഒരുപാട് അതൊരു ഡിഫറൻസ് ആണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ചെസ് കോച്ചിങ്ങിലെ സിറ്റുവേഷൻ ആണ്. എന്തുകൊണ്ട് ഓൺലൈൻ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞങ്ങൾക്ക് അന്ന് നമ്മുടെ ചെസ് കോച്ചസ് എന്ന് പറയുന്ന എല്ലാവരും തന്നെ ചെസ് കോച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ട് അവരുടെ ലൈഫ് മാറ്റി വെച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അറിയാലോ, നമ്മുടെ നാട്ടിൽ പോലും ആൾക്കാർ നിൽക്കുന്നില്ല, എല്ലാവരും എബ്രോഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഇന്നത്തെ ഏറ്റവും ലൈക്ക് നമുക്ക് കിട്ടാവുന്ന ക്വാളിറ്റി കോച്ചസ് എന്ന് പറയുന്ന ആരും തന്നെ നാട്ടിലില്ല. എല്ലാവരും അവരവരുടെ ജോബിന്റെ ഒപ്പം, പല ജോബിലിരിക്കുന്നവരുടെ ഒപ്പം അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്നവരാ. അപ്പൊ അങ്ങനെ ഒരു കോച്ചസിനെ നമുക്ക് ഒരു എന്താ പറയാ ഏറ്റവും നല്ല രീതിയിൽ അവൈലബിൾ ആക്കണമെങ്കിൽ
ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മാത്രമാണ് അതിന്റെ ഒരു പോസിബിലിറ്റി. ഇപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച ഇപ്പൊ അതുൽ കറക്റ്റായി പറഞ്ഞ പോലെ നാട്ടിലുള്ള ഒരു കോച്ചിനെ കിട്ടി. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ജർമ്മൻ നാഷണൽ ചാമ്പ്യൻ ഉണ്ട്, ക്രൊയേഷ്യൻ നാഷണൽ ചാമ്പ്യൻ ഉണ്ട്, അമേരിക്കൻ ചാമ്പ്യൻസ് ഉണ്ട്. അവരൊക്കെയാണ് അവരും ഓരോ കുട്ടിയുടെ ലെവലിനനുസരിച്ച് പഠിപ്പിക്കും. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള പ്രാക്ടിക്കലി ലോജിസ്റ്റിക്കലി ഫൈനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജി തരുന്ന ഏറ്റവും വലിയ ഗുണം ഇന്ന് നമുക്ക് അവരുടെ എഡ്യൂക്കേഷൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഒരു സുഖം സൗകര്യത്തിന് നമ്മുടെ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോച്ചസിനെ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ റിക്കി പോണ്ടിങ്ങിൽ നിന്ന് ക്രിക്കറ്റ് പഠിക്കുന്ന പോലെയാണ് ഇപ്പൊ നമ്മുടെ ഒരു ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് നമുക്ക് ചെസ് പഠിക്കാൻ പറ്റുക. അപ്പൊ അത് നമുക്ക് ഓൺലൈനിൽ കൂടെ മാത്രമേ പ്രാക്ടിക്കലി ഓൺലൈനിലൂടെ കിട്ടുന്ന എക്സ്പോഷർ ഇസ് മച്ച് ബിഗർ. കുട്ടികളുടെ ഇന്നത്തെ കാലത്ത് മച്ച് മോർ പ്രാക്ടിക്കൽ ആൻഡ് അതിന്റെ ഒപ്പം കുട്ടികൾ എക്സാക്ട്ലി കൺവീനിയൻസും ഉണ്ട്. അതിനൊപ്പം എനിവേസ് നമ്മുടെ എല്ലാ കുട്ടികളും ഇന്നത്തെ കാലത്ത് അത് ഏത് പാരന്റ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഏതൊരു കുട്ടിയായാലും അവർ ആ ഒരു മൊബൈൽ അഡിക്ഷൻ കാണും. പിന്നെ നമ്മൾ ഓൺലൈൻ തുടങ്ങാനുള്ള ഒരു കാരണം പേരൻസിന്റെ ഫീഡ്ബാക്ക് ആണ്. കാരണം ഇപ്പം പേരൻസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്കും മടിയാണ് ഓഫ്ലൈൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക, അവിടെ നിന്ന് റിട്ടേൺ കൊണ്ടുവരിക, ട്രാഫിക് ജാംസ് ഉണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും, സമയം ഉണ്ടാവും. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ കൂടിയാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് അല്ലേ? ഓക്കെ, ഈ ബെനിഫിറ്റ്സ് നമ്മൾ കുറേ പറഞ്ഞു. അത് ചെസ് പഠിച്ച് ചെസ് കളിച്ചിട്ടുള്ള ഫോമർ ചാമ്പ്യൻസ് എന്ന നിലയിൽ കുട്ടികളോട് ചോദിക്കുന്നതിനേക്കാൾ ഐ തിങ്ക് നിങ്ങളോട് തന്നെ ചോദിക്കുന്നതെന്നല്ല, ചെസ് കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, വാട്ട് അതെ? ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നതാണ്. ലൈക്ക് നമുക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ലൈക്ക് ചിലർ വാശിക്കാരായിരിക്കുമല്ലോ, നമുക്ക് ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇപ്പൊ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കില്ല, അപ്പത്തെ ഇങ്ങനെ മാറി മാറി വരിക. അതിൽ നിന്ന് മാറ്റാൻ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഞാൻ 4 വയസ്സിൽ ചെസ് കളിക്കുന്ന റീസൺ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ്. അവര് തമ്മിൽ ചെസ് കളിക്കുന്ന കണ്ടിട്ടാണ് ഞാനും ഓക്കെ എന്നാ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി. ഓക്കെ, അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പാരന്റ്സിന് ഒരു ഓക്കെ എന്നാ പിന്നെ പഠിപ്പിച്ചേക്കാം, ഒരു തുടക്കം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്നാ അതിലിരിക്കാം, കുറച്ച് എന്താ പറയുക കുറച്ച് നേരം അതിലേക്ക് ടൈം. പക്ഷെ അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ അത് പഠിക്കുന്നതോറും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക അതിൽ തന്നെ ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നു. പക്ഷെ അത് ത്രൂ എനിക്ക് മറ്റു കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ അതിൽ തന്നെ ആ ടൈം ഇടാൻ പറ്റും. ഫോക്കസ് കുട്ടികളിൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരുപാട് പാരൻസ് പറഞ്ഞിട്ടുമുണ്ട്. അത് തന്നെയാണ് ശരിക്കും ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക്. ആൻഡ് ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും കുട്ടികളിലുള്ള ഒരു ഇഷ്യൂ ആണ് അറ്റൻഷൻ സ്പാൻ. അത് എനിക്ക് തോന്നുന്നു എല്ലാ പാരന്റ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. അറ്റൻഷൻ സ്പാൻ കിട്ടുക എന്ന് പറയുന്നത് പാടാണ്. കാരണം ഇത്രയും ഷോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ പിന്നെ ഇത് ഡിജിറ്റലി തന്നെ ആയതുകൊണ്ട് അവർ ഡിജിറ്റലി പോയി അറ്റൻഷൻ സ്പാൻ മാറുന്നതിന് പകരം ആ ടൈം നമ്മൾ ചെസ്സിലേക്ക് കൊടുക്കുന്നു. അതാണ് അതിന്റെ ഒരു വേറെ റൂട്ടിലേക്ക് വിടുകയാണ്. അഭിജിത്തിനോ? പിന്നെ ഇതിലെ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഫെയിലിയേഴ്സ് ആണ്. കാരണം നമ്മൾ ഇപ്പൊ കുട്ടികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ തോൽവികൾ വരുമ്പോൾ തന്നെ ആൾക്കാർ ആകെ മൂടുപോകും. അതേസമയം നമ്മൾ തോറ്റിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നെ എന്തും ബോണസാണ്, പിന്നെ ആ ഒരു തോൽവിയും തുടങ്ങിയ ബോണസാണ്. അപ്പൊ ചെസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ പറഞ്ഞ ക്വാളിറ്റീസിന്റെ ഒപ്പം തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഫെയിലിയേഴ്സിനെ പഠിക്കുക, ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, പൂർവാധികം ശക്തിയോടെ അടുത്ത ഗെയിമിലേക്ക് തിരിച്ചു വരിക. ആ ഒരു ക്വാളിറ്റിയും കൂടെ ചെസ് നമ്മൾ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ 5 വയസ്സ്, അതിൽ 4.5 വയസ്സ് തുടങ്ങിയത്, 4.5 വയസ്സ് തൊട്ട് ഇതാണ് കണ്ടു പഠിക്കുന്നത്. അപ്പോൾ ഒരു 25 വയസ്സാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി റെഡി ടു ഫേസ് ദ വേൾഡ് ആയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ ഞാൻ മനസ്സിലാക്കിയത്. ബേസിക്കലി നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ജനറേഷനും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയും. പെട്ടെന്ന് ഇതിങ്ങനെയാണ് ദേഷ്യം വരാൻ. നിങ്ങൾക്ക് നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാണോ? ക്ഷമയുള്ള കൂട്ടത്തിലായിരുന്നില്ല, പക്ഷെ ഇത് കാരണം ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു ദേഷ്യം ഉള്ളിൽ ഒതുക്കണം. ഇപ്പൊ നമ്മൾ ഒപ്പോണന്റിന്റെ കൂടെ കളിച്ച് തോക്കാറാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരും. പക്ഷെ അത് നമ്മൾ ഇടിച്ച് കൂട്ടാൻ തോന്നും. പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി ഒരു വളരെ പീസ്ഫുൾ ആയി കാമായിട്ട് ഇരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ചെസ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് നമ്മുടെ പാഷനാണ്. പക്ഷേ പാഷൻ എന്ന് പറയുന്നത് അതായത് പറഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല എല്ലാവരെയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക അവർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അവരിപ്പം ഞാൻ 5 കൊല്ലം പഠിച്ചത് ആർക്കിടെക്ചർ കോഴ്സാണ്, ആൾ 5 കൊല്ലം ലോയർ ആയിട്ടാണ് ലൈക്ക് എന്താ പറയുക ലോ ആണ് പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് അത്രയും നാൾ കഴിഞ്ഞ് ഓക്കെ അവർ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ലോയർ ആയിട്ട് ആള് കോടതി പോവാണ്, ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഓക്കെ ഇനി നാളെ തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുക. ബിസിനസ് എന്ന് പറയുമ്പോൾ 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഇതൊന്നുമില്ല. അപ്പം അത് ശരിക്കും ഡെഫിനറ്റ്ലി വലിയ ലൈക്ക് അത് ഓവർകം ചെയ്ത് അവരെ മുമ്പിൽ നമ്മൾ തെളിയിച്ച് കാണിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇന്റൻഷൻ എപ്പോഴും റൈറ്റ് ആണ്, അവരുടെ ആഗ്രഹം ഇന്റൻഷൻ നമുക്ക് നല്ലതാണ്. പക്ഷെ അവര് നോക്കുമ്പോ നമ്മൾ കംപ്ലീറ്റ്ലി സ്ക്രാച്ച്, വലിയൊരു റിസ്ക് ഉണ്ട്.
പക്ഷേ കമ്പാരിറ്റീവ്ലി ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്കൊക്കെ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അവരെ കൺവിൻസ് ചെയ്ത് അവരെ ഹാപ്പി ആക്കാൻ നല്ലപോലെ സമയം എടുത്തു. അവര് അതായത് ഓക്കെ ഇത് പ്രശ്നമില്ല, ഇതിൽ ചെയ്യാം, ഇതിലൊരു ഫ്യൂച്ചർ ഹാപ്പിയാണ്. ഇപ്പൊ നമ്മുടെ ഗ്രോത്തും കമ്പനിയുടെ ഒരു ഗ്രോത്ത് ഒക്കെ കാണുമ്പോൾ അവർ ഹാപ്പിയാണ്. ഓക്കെ, ആ ഗ്രോത്ത് എവിടെ എത്തി നിൽക്കുന്നു? കറന്റ് സ്റ്റേറ്റസ് എന്താണ് 8x8ന്റെ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആൾക്കാരിലെ വാല്യൂ എത്തിയിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റസ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയാ എന്ന് വെച്ചാൽ ചെസ് വൈസ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പാരന്റ്സിന്റെ നല്ല ഫീഡ്ബാക്കും വരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ സന്തോഷം ഈ സ്റ്റാർട്ട് ചെയ്ത് നിന്ന ലെവലിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഒരു നമ്പേഴ്സ് വൈസ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു 5000-ഓളം കുട്ടികളെ 30+ രാജ്യങ്ങളിൽ നിന്നായിട്ട് പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബൈ നൗ. നമ്മളിപ്പം എന്താ പറയുക, കേരളത്തിലെ തന്നെ ഒട്ടുമിക്ക ജില്ലയിലൊക്കെ സ്കൂൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവന്റ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക, പല രാജ്യങ്ങളിൽ നിന്നുള്ള ട്യൂട്ടേഴ്സിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു 60ഓളം ട്യൂട്ടേഴ്സ്, അവർ എന്താ പറയുക ചെസ് പാഷനേറ്റ് ആയിട്ടുള്ള ചെസ് പ്ലെയേഴ്സ് ആണ്. എല്ലാവരും നാഷണൽ ലെവലിൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷെ പല ജോലി ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ലൈക്ക് എന്താ പറയുക ഇതൊരു ടീമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ള, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരുപാട് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്നു. അതായത് നല്ല ആക്സസ് ടു ഗുഡ് കോച്ചിങ്, ഒരു നല്ല കോച്ചിങ് കിട്ടാൻ. ചെസ് ഭയങ്കര ഫൈനാൻഷ്യലി ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഫൈനാൻഷ്യൽ പ്രശ്നം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് നല്ല ക്വാളിറ്റി ചെസ് എഡ്യൂക്കേഷൻ കിട്ടാതിരിക്കരുത്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ആ പ്രശ്നം ഇനി വേറൊരു കുട്ടികളും ഫേസ് ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് കൊണ്ടുവന്നത്, നല്ല ടാലന്റ് ഉള്ള നല്ല കഴിവുള്ള കുട്ടികളെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുക, അവരെ നമ്മുടെ തന്നെ അക്കാഡമിയുടെ ഒരു കോസ്റ്റിൽ അവരെ ചാമ്പ്യൻസ് ആക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ചാമ്പ്യൻസിനെ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ നാഷണൽ അണ്ടർ-7 ഗേൾസ് ചാമ്പ്യൻ ഉണ്ട്, സ്റ്റേറ്റ് അണ്ടർ-6 സ്റ്റേറ്റ് ചാമ്പ്യൻ ഉണ്ട്, അമേരിക്കൻ നാഷണൽ മാസ്റ്റർ ഉണ്ട്. അതുപോലത്തെ ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ നമുക്ക് 8x8 നിന്ന് ഉണ്ടാക്കാൻ പറ്റി, 8x8 നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് മാതിരി ഫുൾ സ്പോൺസർഷിപ്പ് അറേഞ്ച് ചെയ്ത് നിങ്ങൾ ചാമ്പ്യൻ ആക്കിയിട്ടുള്ള ഒരാളും കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കറന്റ്ലി 8x8ന്റെ കിരീടത്തിൽ പൊന്തൂവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന തീർത്ഥക്കുട്ടി അല്ലെ, അണ്ടർ-6ന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ്. ആളെയും കൂടെ വിളിച്ചാലോ? അപ്പൊ ഗൈസ്, പ്രസന്റിംഗ് ടു യു തീർത്ഥ ജ്യോതിഷ്, അണ്ടർ-6 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെ ചാമ്പ്യൻ ആണ് 8x8ന്റെ സ്വന്തം തീർത്ഥ. തീർത്ഥ ഇങ്ങോട്ടൊക്കെ കൺഗ്രാറ്റുലേഷൻസ്. കയ്യടിക്കേ, കയ്യടിക്കണല്ലേ, കയ്യടിക്കുന്നത് സ്വയം കയ്യടിക്കണോ? ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. ആ, താങ്ക് യു. എങ്ങനെയായി? സെലിബ്രിറ്റി ആയോ സ്കൂളിലൊക്കെ? ചാമ്പ്യൻഷിപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു? സന്തോഷായോ? അത് ഈ ചെസ് പഠിക്കാന്ന് തീരുമാനിക്കാൻ കാരണം എന്താ? ചെസ് പഠിക്കാന്ന് ആരാ പറഞ്ഞേ? അച്ഛനാണ്. ഓ, അച്ഛന്റെ ഐഡിയ ആണ്. എന്നിട്ട് അച്ഛനെ എന്താ കൊണ്ടുവരാഞ്ഞേ? എന്താണിത്? ആണോ? അച്ഛനെ എവിടെയാ ജോലി ചെയ്യുന്നേ? ചീനവലയില്. ഓ, എവിടാ സ്ഥലം? എവിടാ? കായംകുളത്ത്. എന്നിട്ട് ഇപ്പൊ ചെസ് പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇനി അടുത്ത എന്താ പരിപാടി? സ്റ്റേറ്റ് ചാമ്പ്യൻ കഴിഞ്ഞു, ഇനി അടുത്തത് നാഷണൽ ചാമ്പ്യൻ ആവും. ആരാവണം ആഗ്രഹം വലുതാവുമ്പോ? എന്ത് ചാമ്പ്യൻ? ചെസ് ചാമ്പ്യൻ. ചേച്ചിയോട് ചോദിക്കട്ടെ, തീർത്ഥയുടെ അമ്മയാണ് അല്ലേ? ചേച്ചിയുടെ പേരെന്താ? റീജ. ചേട്ടൻ എന്താ പറഞ്ഞ? ജോലിക്ക് പോയതുകൊണ്ട്. അപ്പൊ ആളാണോ മോളെ ചെസ് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്? ഓക്കെ, അതെന്താ അങ്ങനെ തീരുമാനിക്കാൻ കാരണം? യൂഷ്വലി അത്ര ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കാറില്ലല്ലോ. കൊറോണയുടെ സമയത്ത് ചേച്ചിയും അച്ഛനും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കളിക്കുമായിരുന്നു. മോളുടെ ചേച്ചി. അപ്പം ഇവള് ഇങ്ങനെ ഭയങ്കര കുസൃതിയാ. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല. അവളെ കുസൃതി കാണിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട്, അപ്പോൾ എനിക്ക് കളിക്കണം, എൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ ഇരുന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ബോർഡുമായിട്ടായിരിക്കും. അങ്ങനെ എഴുന്നേറ്റിട്ട് ഒരു ദിവസം ചിലപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് 10-15 കളിയൊക്കെ ഒരു ഇരിപ്പിലിരുന്ന് കളിക്കും. അപ്പോൾ മനസ്സിലായി ഇവക്ക് താല്പര്യം. അങ്ങനെ പിന്നെ ചേച്ചിയുമായിട്ട് ടൂർണമെന്റിന് പോകുമ്പോൾ എപ്പോൾ ഞങ്ങൾ 4 പേരോടെ പോവാറ്. അന്നേരം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മത്സരിക്കണം, ടൂർണമെന്റിനൊക്കെ പോവാറുണ്ട് ചെസ്സിന്. ഓക്കെ, അപ്പൊ എനിക്ക് മത്സരിക്കണം, എനിക്ക് കൂടി ഇരിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരിക്കും. അപ്പൊ നമ്മൾ കളി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെയൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു ഇവളെ കൂടി ഇരുത്ത്, ഇവള് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇരുത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ 8x8 ജോയിൻ ചെയ്ത് എങ്ങനെയാ?
ഇതെനിക്ക് തീർത്ത ഇങ്ങനെ ചാമ്പ്യനൊക്കെ ആയിട്ട് നിന്ന സമയത്ത് എനിക്ക് നമ്മളൊരു അക്കാദമി അന്വേഷിച്ചു. അപ്പം നമുക്ക് ഫൈനാൻഷ്യലി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പം ഫാമിലി ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് എനിക്ക് 8 times സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കണം. അങ്ങനെ അന്വേഷിച്ച് അവിടെ. ഇപ്പൊ എത്ര കാലമായി പഠിക്കണു? ഇപ്പം 1 വർഷത്തിലേറെ. ഓക്കെ. ഈ കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞില്ലേ ഭയങ്കര കുസൃതിയാണ്. ഇപ്പൊ ഇതിന്റെ ഫൗണ്ടേഴ്സ് പറഞ്ഞത് കുട്ടികളിൽ ആക്ച്വലി ചെസ് പഠിക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. അത് ഈ കുസൃതി കുറയുന്നാണ് അവര് പറയുന്നത്. അതെ, മാറ്റം വന്നിട്ടുണ്ടോ സ്വഭാവത്തില്? കുസൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ മേലാത്ത കുസൃതി, എവിടെയും അടങ്ങിയിരിക്കത്തില്ല. അവളെ എഴുന്നേൽക്കുന്ന ആ സമയം തൊട്ടേ അവളിങ്ങനെ കുസൃതി കാണിക്കും. എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാ. അപ്പോൾ കാണുന്നവരും പറഞ്ഞവള് കുസൃതി കൂടുതൽ. പക്ഷേ ഇപ്പം കുറേ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ സമയം ഇതിലേക്ക് ഇരിക്കുന്ന കാരണം പുറത്തോട്ട് അങ്ങനെ കുസൃതി കാണിക്കുന്ന മാറ്റമുണ്ട്. പിന്നെ പഠിത്തത്തിൽ ആദ്യം വളരെ പുറകോട്ട് തന്നെയായിരുന്നു. ആ ടീച്ചേഴ്സ് പറയുന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ല, നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കത്തില്ല, നമ്മൾ പഠിപ്പിക്കരുത്, നിങ്ങൾ പഠിച്ചോ, അമ്മ തന്നെ പഠിച്ചോ എന്ന് പറയും. പക്ഷേ ഇപ്പം നല്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൾ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മളോട് വന്ന് കാണാതെ തന്നെ 1 തവണ അല്ലെ 2 തവണ പറയുമ്പോഴേ തന്നെ നമ്മളോട് വന്ന് കാണാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അതാണ് അവര് പറഞ്ഞ അറ്റൻഷൻ സ്പാൻ, ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അധികം അങ്ങനെ പിടിച്ചിരുത്തി അങ്ങ് പഠിപ്പിക്കില്ല. എങ്കിലും അവൾ ആഡ് ചെയ്യുന്നത് മൈനസ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ചെയ്യുന്നു. പഠിച്ചു. ഇപ്പൊ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മള് ഫൗണ്ടേഴ്സ് പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഇത് ഒരുപാട് കാശ് ചെലവുള്ള പരിപാടിയാണ്. ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടാന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതുപോലൊരു ചെസ് അക്കാഡമിയിൽ ചേരുന്നത് കൊണ്ട് അത് ആ രീതിയിൽ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഇപ്പോൾ മോളുടെ സ്റ്റഡി ചെയ്യുന്ന മൊത്തം അവർ സ്പോൺസർ ചെയ്ത് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചിലവ് നന്നായിട്ട് കുറഞ്ഞു കിട്ടുന്നുണ്ട്. പിന്നെ ടൂർണമെന്റ്സിനൊക്കെ പോകുന്ന അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് മാത്രമേ. ഓക്കെ. തീർത്ത അപ്പൊ ഇനി നാഷണൽ ചാമ്പ്യൻ ആവുമ്പോ വരില്ലേ ഞങ്ങളെ കാണാൻ? വരില്ലേ? ഉറപ്പാണോ? ഇനി നമുക്ക് തീർത്തയെ കണ്ടു പരിചയപ്പെട്ടു. ഇനിയിപ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു യു ഗൈസ്. ഇനിയും ഇതുപോലെ ഒരുപാട് ചാമ്പ്യൻസ് പോരട്ടെ. അപ്പോ ഇനി നമുക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണം. എന്തൊക്കെയാണ്, ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, എത്ര നാൾ കൊണ്ട് പഠിക്കാം, അതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി 5 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഏതൊരു എന്താ പറയുക, നമ്മുടെ പേ ടൈം സീറ്റിന് എവിടെ നോക്കിക്കഴിഞ്ഞാലും 5 to 15 എന്നുള്ളത് കാണും. ഞങ്ങൾ ആക്ച്വലി അഡൾട്ട്സിനും ക്ലാസ്സസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഫോക്കസ് കുട്ടികളിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻലി ഒരു റീസണേ ഉള്ളൂ, അത് ഈ പറഞ്ഞ പോലെ ചെസ് കാരണം ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അത് ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് ഉണ്ടാവുക. ആൻഡ് അത് ചെയ്യേണ്ട റൈറ്റ് ടൈം എന്ന് പറയുന്നത് എത്ര ചെറുപ്പത്തിൽ പറ്റുമോ അത്രയും ചെറുപ്പത്തിൽ. അതാണ് അതിൻ്റെ ശരിക്കും എന്താ പറയുക, ഞങ്ങളത് ഫോക്കസ് ചെയ്യുന്ന റീസൺ. ഓക്കെ. ഇനി ക്ലാസ്സിലെ കാര്യത്തിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്: ബിഗിനർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ 3 പ്രോഗ്രാമിനും ഒരു പ്രോപ്പർ ചെസ് സിലബസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ചെസ് പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് ചെസ്സിൽ തന്നെ പല കാര്യങ്ങളും പലതരം കോച്ചസിൻ്റെ കയ്യിന്നായിരിക്കും. ഓരോ കോച്ചിനും ഓരോ തരം എബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ചില കാര്യത്തിൽ കൂടുതൽ അറിയാം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. അപ്പം നമ്മൾ ഏത് കോച്ചിൻ്റെ അടുത്താണോ പോയത് ആളുടെ എക്സ്പെർട്ടീസ് ആണ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എപ്പോഴും. ഇപ്പം അഭിജിത്തിന് 7 വയസ്സിലുണ്ടായിരുന്ന സ്കില്ലല്ല എനിക്കുള്ളത്, കാരണം ഞങ്ങളുടെ രണ്ടാളുടെ കോച്ച് വ്യത്യാസമാണ്. പക്ഷേ ശരിക്കും ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെസ്സിൽ ഏറ്റവും വലിയ ടൈറ്റിലാണ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ വെച്ചിട്ട് ഒരു പ്രോപ്പർ പാറ്റേൺ, ഒരു സിലബസ് ഉണ്ടാക്കി. അത് വെച്ചിട്ട് നമ്മൾ ഒരു ക്ലിയർ സിലബസിലൂടെയാണ് ഏത് സ്റ്റുഡൻറ്റും പോകുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിൽ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു ലെവൽ അസസ്മെന്റ് എടുക്കും. മുന്നേ മെൻഷൻ ചെയ്ത പോലെ ഡെമോ സെഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാം. ഫ്രീ ഡെമോ സെഷൻ. അത് പാരന്റ്സിന് നമ്മളെ പറ്റി അറിയാനായിട്ട്, അതായത് ഇപ്പം ഈ കാലത്ത് ഏറ്റവും കൂടുതലുള്ളത് പറയുന്നത് ഓൺലൈനായിട്ടുള്ള തട്ടിപ്പുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുക. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. തട്ടിപ്പാണോ, നമ്മളിവിടെ ശരിക്കും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പാരന്റ്സിനെ കൺസേൺ. ഇതിപ്പം നമ്മള് മലയാളികളായതുകൊണ്ട് മലയാളീസിന് ചിലപ്പോൾ നമ്മളോട് അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, അവർക്ക് അത്ര പേടി ഉണ്ടാവില്ല. പക്ഷെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു ആ ഒരു കൺസേൺ ഉണ്ടല്ലോ, അത് മാറാനുള്ള ഏറ്റവും വലിയ ഈസി വഴിയാണ് ശരിക്കും ഡെമോ സെഷൻ. പക്ഷെ ഞങ്ങൾക്ക് അതല്ല, നമ്മളത് അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന സ്റ്റുഡന്റ് എന്ത് ടൈപ്പിലാണ്, ലൈക്ക് ഓൾറെഡി ഉള്ള നോളജ് ഏത് ലെവലിലാണ് ഉള്ളത്, എത്രത്തോളം കാര്യങ്ങൾ അറിയാം, ഈ കാര്യങ്ങളെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനാണ് ഈ ഡെമോ സെഷൻ. വൺസ് അത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഏത് ലെവലിൽ ഇരിക്കുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അതിനൊരു 15 to 20 മിനിറ്റ് മതി. നമ്മുടെ എല്ലാ ട്യൂട്ടേഴ്സും ഡെമോ സെഷൻ എടുക്കും.
അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെവലിലാണ് പഠിക്കുന്നത്, എവിടെ തൊട്ട് കുട്ടിയെ പഠിപ്പിക്കണം. ഓൾറെഡി അറിയുന്ന ഒരു ഇത്ര കാര്യങ്ങൾ അറിയുന്ന ഒരു കുട്ടിയെ വീണ്ടും അത് പഠിപ്പിച്ച് ബോറടിപ്പിച്ച ആ കുട്ടിക്ക് ചെസ്സിനോടുള്ള ഇൻട്രസ്റ്റേ പോകും. അതിന് പകരം അവർക്ക് എവിടെ വരെ അറിയോ അത് തൊട്ട് പഠിപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക ഒരു ഐഡിയ എന്നുള്ളത്. ഇപ്പൊ ബിഗിനർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് 3 ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരിപ്പം ഒന്നും അറിയാതെ വരുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക അതായിരിക്കും. എന്റെ ഒരു എന്താ പറയാ മോനോ മോൾക്കോ ഒട്ടും ചെസ് അറിയില്ല, എത്ര കാലം എടുക്കും? അതാണ് ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും വരുന്ന ചോദ്യം, ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും അറിയാത്ത ഒരാളെ ഒരു ടൂർണമെന്റിന് വരെ പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെസ്സിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. കാരണം അത് ഞങ്ങളുടെ ഏത് ട്യൂട്ടർ പഠിപ്പിച്ചാലും എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സിലബസും ട്രെയിനിങ്ങും വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് അച്ചീവ് ചെയ്ത ഒരു കാര്യമാണ്. അതിൽ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇത് ലെവൽ 1 ആണെങ്കിലും ഇന്റർമീഡിയറ്റ്സ് ആണെങ്കിലും അഡ്വാൻസ്ഡ് കോഴ്സ് ആണെങ്കിലും ഒക്കെ ഇതിനൊക്കെ ഏതാണ്ട് എത്ര കാലയളവ് എടുക്കും? ഈ പറഞ്ഞ പോലെ ബിഗിനറിന് ഒരു 6 മാസം, ഇന്റർമീഡിയറ്റ് ഒരു 8 മാസം, അഡ്വാൻസ്ഡ് പ്രോഗ്രാമിനും ഒരു 8 മാസം. അതിനുശേഷം എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് ചെസ് പാഷനായിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാനുള്ള എക്സാക്ട്ലി. ഓക്കെ, ഇപ്പൊ തീർത്തേ പോലെ അതായത് അതിലൊരു ഫ്യൂച്ചറുള്ള ചെസ്സിലൊരു ഫ്യൂച്ചറുള്ള അതിൽ പാഷനുള്ള കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്താ? അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടൂർണമെന്റ്സ് എവിടെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ എന്താ പറയാ ഇൻഫോം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരു ലെവലിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്സിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചു, എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ജയിക്കുവാണെങ്കിലും തോൽക്കുവാണ്, എസ്പെഷ്യലി തോൽക്കുവാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് ആ ഗെയിം തോറ്റു എന്നുള്ളത് നമുക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒരു മെന്ററിനോ ഗൈഡിനോ പറഞ്ഞു തരാൻ പറ്റും. ആ ഒരു തെറ്റ് അടുത്ത ഗെയിമിൽ ആവർത്തിക്കാതിരുന്നാൽ നമ്മൾ ആ രീതിയിൽ തോൽക്കില്ല, അടുത്ത രീതിയിൽ ബെറ്റർ ആവും. ഇതാണ് ബേസിക്കലി എന്തൊരു ഗെയിം, ഏതൊരു സ്പോർട്ടിലും അതാണല്ലോ കറക്ഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും ഒരു അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന പോയിന്റ് തൊട്ട് പിന്നെ മെയിൻ ആയിട്ട് ചെയ്തു കൊടുക്കാതായിരിക്കും. ഓക്കെ, ഇപ്പൊ പല സ്റ്റേറ്റ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ സ്റ്റേറ്റ്സിലെ കുട്ടികളുണ്ട്? നമുക്ക് ഇപ്പം എന്താ പറയുക ഇന്ത്യയിലെ ഏകദേശം ഒരു 24 സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞു. 24 സ്റ്റേറ്റ് മെജോറിറ്റി സ്റ്റേറ്റ്സിൽ പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ അത്രയും സ്റ്റേറ്റിൽ തന്നെ ട്യൂട്ടേഴ്സും ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം. നമുക്ക് ഒബ്വിയസ്ലി ഞങ്ങൾ മലയാളീസാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞങ്ങളുടെ ചെസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതെ, അപ്പൊ അവരെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു ടീമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ. സോ അത് ഒട്ടുമിക്ക സ്റ്റേറ്റിൽ നിന്നും നമുക്ക് കുട്ടികളുണ്ട്. പിന്നെ ഇപ്പൊ രാജ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പോലും സ്വപ്നം കാണാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ഇപ്പോ സിംബാബ്വെ അല്ലെങ്കിൽ ഉഗാണ്ട അല്ലെങ്കിൽ ലക്സംബർഗ് അല്ലെങ്കിൽ ഇതുപോലെ വളരെ ഔട്ട്സ്കേർട്സിലുള്ള രാജ്യങ്ങൾ, മൗറീഷ്യസ് അല്ലെങ്കിൽ മാൽദീവ്സ്, ഇതൊക്കെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത രാജ്യങ്ങളാണ്. പക്ഷെ ആ രാജ്യത്തു നിന്ന് വരെ കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെസ് ആസ് എ ഗെയിമിനുള്ളൊരു നെറ്റ്വർക്കും എല്ലാ ലോകത്തും നമുക്ക് ഏറ്റവും വലിയ ഗുണം ചെസ്സിന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു സിലബസ് ഉണ്ടാക്കിയ ലോകമാണ് നമ്മുടെ മാർക്കറ്റ്. ദ വേൾഡ് ഇസ് ആർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചിയിൽ ഒരു ചെറിയ എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പറയും കേരളത്തിൽ സംരംഭത്തിന് ചാൻസ് കുറവാണ്, കേരളത്തിൽ നിന്ന് ബിസിനസ് വളരാൻ പറ്റില്ല. അപ്പം നമ്മൾ ശ്രമിക്കുന്നത് നാട്ടിൽ നിന്നുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നാട്ടിലേക്ക് കൊണ്ടുവരിക, നാട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ ഈ ടൈം സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ആളുകൾ ചെസ് എന്തിനു പഠിക്കണം എന്നുള്ളത് നമ്മൾ ഉത്തരം തന്നു. പക്ഷെ ചെസ് നമ്മൾ വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ പോരെ? ഇപ്പോൾ എൻ്റെ അച്ഛന് ചെസ് അറിയാം അല്ലെങ്കിൽ എൻ്റെ അങ്കിളിന് ചെസ് അറിയാം, പഠിപ്പിച്ചാൽ പോരെ? ഞാൻ എന്തിനാണ് കാശ് കൊടുത്തൊരു അക്കാഡമിയിൽ ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബീയിങ് ദി ഫൗണ്ടേഴ്സ് ഓഫ് എ ചെസ് അക്കാഡമി, എന്താണ് നിങ്ങൾ അതിന് ഉത്തരം പറയാ? ആലോചിച്ച് കുറുക്കിയൊക്കെ ഉത്തരം പറയണം കേട്ടോ. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വരുന്ന പല പാരന്റ്സിന്റെയും ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി ബാക്കി അങ്ങനെ. പക്ഷെ ഇതിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ചെസ് നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാ? 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ചെസ് ത്രൂ ഉള്ള ബെനിഫിറ്റ്സിനെ വേണ്ടി പഠിക്കാം, അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ഗെയിം എന്ന രീതിയിൽ ഒരു പാഷൻ ഹോബി എന്ന രീതിയിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ എന്താ പറയുക ചെസ്സിൽ ഇരുന്ന് ചിന്തിച്ച് ഇങ്ങനെ കളിക്കുന്നു ആ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അത് പ്രോപ്പർലി എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിൽ നമ്മുടെ തമിഴ്നാട്ടിൽ കൊടുക്കുന്ന പോലത്തെ ഒരു സപ്പോർട്ട് നമുക്ക് പല സ്ഥലത്തും ഇല്ല എന്ന് പറയും. അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികളിൽ ആ റൈറ്റ് കോച്ചിങ്, ചെസ് എന്ന് പറയുന്ന ആക്ച്വൽ ചെസ് കോച്ചിങ് എത്തിക്കുന്നത് ശരിക്കും ഒരു വലിയ സ്റ്റേറ്റാണ് അവിടെ. നമുക്ക് നമ്മുടെ നാട്ടിലും അത് എത്തി തുടങ്ങി. പക്ഷേ ഈ പറഞ്ഞ പോലെ പാരന്റ്സിലൊക്കെ ഉള്ള ഒരു തോട്ടാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബേസിക് മൂവ്മെന്റ് പോലെ അത് തന്നെയല്ലേ ചെസ്. ശരിക്കും അതല്ല ചെസ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടേന്നോ ഏതായാലും ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ചെറിയ കാര്യം കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു ക്ലാരിറ്റി കിട്ടും.
അതിന്റെ പ്രോപ്പർ രീതിയിൽ പഠിച്ച് ഗെയിം ചെസ് കളിക്കുമ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ എത്തുന്നത്. ഡിഫറൻസ് ഭയങ്കരമാണ് അത് ശരിക്കും. ഓൾസോ ജസ്റ്റ് ആഡ് ഓൺ, ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ മോൾ ഇപ്പം 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്? നമുക്ക് NCERT മേടിച്ച വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം അവിടെ വരില്ലേ? നമുക്ക് ഒറ്റയ്ക്ക് ഇരുത്തി നമുക്ക് ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ചെസ്സും അങ്ങനെ തന്നെ. ഇപ്പൊ ചെസ്സും അതേപോലെ തന്നെ നമുക്ക് ഒരു വളരെ ഇതിൽ ഒരുപാട് നാൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ ചെസ് അധികം കളിക്കാത്ത ഒരാൾ പറഞ്ഞു കൊടുക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ആ ഗെയിമിൽ എക്സാക്ട്ലി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു കൾച്ചറൽ എക്സ്പോഷർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കും. അപ്പൊ അത് അവർക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ സ്കൂളിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സിലബസ് പഠിക്കാൻ മാത്രമല്ല, അവിടെ ഒരു സോഷ്യലൈസിങ് ആസ്പെക്ട് വരുന്നുണ്ട്, കോൺഫിഡൻസ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ഒരു സർക്കിളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ക്വാളിറ്റീസ് തന്നെ നമുക്ക് ഇവിടെ ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഗ്ലോബൽ ചെസ് സ്കൂൾ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 8x8 ഇന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫൈനലി ഹൗ ടു ജോയിൻ? ഈസി. നമ്മുടെ നമ്പർ എന്താ പറയുക, ജസ്റ്റ് ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ഹൈ അയച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ പേര് ഫില്ല് ചെയ്താൽ ടീം കോൺടാക്ട് ചെയ്തോളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇനി തീർത്തേ പോലെ വീണ്ടും അടുത്തൊരു 10-12 ചാമ്പ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ഇനിയും അതുപോലെ ഒരുപാട് ചാമ്പ്യൻസിനെ ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.